Dear friends, welcome to Electron College. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇറ്റ് ഈസ് അബൌട്ട് ഡീകോഡർ. സോ പ്രീവിയസ് സെഷൻസ് നമ്മൾ എൻകോഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ബേസിക് യൂസ് ആൻഡ് ടൈപ്സ് ഓഫ് എൻകോഡർ ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻ. സോ ടുഡേസ് ടോപ്പിക് ഈസ് ഡീകോഡർ. സോ ബേസിക്കലി ഡീകോഡർ ഈസ് ജസ്റ്റ് ദ റിവേഴ്സ് ഓഫ് എൻ എൻകോഡർ. എൻകോഡർ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ജസ്റ്റ് റിവേഴ്സാണ് ഡീകോഡർ ചെയ്യുന്നത്. ഇപ്പോൾ എൻകോഡർ നമുക്ക് എന്താണെന്നറിയാം. Just consider an encoder. So encoder, let us consider 8 inputs, etc. So D0, D1 up to D7. So 8 inputs and 8 is to 3. ഒരു 8 to 3 എൻകോഡറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എൻകോഡർ നമുക്കറിയാം അറ്റ് എ ടൈം ഓൺലി വൺ ഇൻപുട്ട് വിൽ ബി ആക്റ്റീവ്. എന്നിട്ട് ആ ഇൻപുട്ട് ആക്റ്റീവായ ആ ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി കോഡായിരിക്കും എൻകോഡർ ജനറേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ്. നൗ ഡീകോഡർ, സോ ഡീകോഡർ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ജസ്റ്റ് ഒരു റിവേഴ്സാണ്. സോ യു ക്യാൻ ഹാവ് 3 ഇൻപുട്ട് ലൈൻസ് ആൻഡ് ദർ വിൽ ബി 8 ഔട്ട്പുട്ട് ലൈൻസ്. സോ D0 to D7. Now this is A0, A1, A2. A0, A1, A2. സോ ഇവിടെ ഡീകോഡർ ചെയ്യുന്നത് ഇൻപുട്ട് കോമ്പിനേഷൻ, ഇവിടെ വരുന്ന ഇൻപുട്ട് വാല്യൂസ് അത് റിസീവ് ചെയ്തിട്ട് ആ കോമ്പിനേഷൻ വാല്യൂസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. നൗ ഒരു ഓക്ടൽ ടു ബൈനറി എൻകോഡർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ let us consider ഇപ്പോൾ D7 octal digit 7 is active. എൻകോഡർ അറ്റ് എ ടൈം ഒരു ഡിജിറ്റ് മാത്രമാണല്ലോ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഡിജിറ്റ് 7 ആക്റ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ 7 ആക്റ്റീവ് ആണെങ്കിൽ ദി ഔട്ട്പുട്ട് കോഡ് ജനറേറ്റഡ് ബൈ എൻകോഡർ വിൽ ബി 111 അല്ലേ, ഓക്ടൽ ടു ബൈനറി. നൗ ഈ വാല്യൂസ് ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഇറ്റ് വിൽ ബി സെൻഡ് ടു ദ ഡീകോഡർ. അപ്പോൾ ഡീകോഡർ ഇത് റിസീവ് ചെയ്യുന്നു 111. സോ ഡീകോഡർ ഈ കോമ്പിനേഷൻ റിസീവ് ചെയ്തിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താ 111, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഈസ് ഡിജിറ്റ് 7. സോ ദിസ് ഔട്ട്പുട്ട് വിൽ ബി ആക്റ്റീവ്. സോ ജസ്റ്റ് ദ റിവേഴ്സ് ഓഫ് എൻകോഡർ. അതായത് എൻകോഡർ അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ. ആ ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് കോഡായിരിക്കും ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഡീകോഡർ ഇൻപുട്ട് കോമ്പിനേഷൻ റിസീവ് ചെയ്തിട്ട് based on that combination only one output will be activated. That is the function of decoder. So a decoder is a logic circuit that converts an n-bit binary input code into output lines such that only one output line is activated for each one of the possible combination of inputs. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ റിസീവ് ചെയ്യുന്ന കോമ്പിനേഷൻ ആ വാല്യൂ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രമേ ഡീകോഡർ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഡിറ്റക്ട്സ് എ പർട്ടിക്കുലർ കോഡ് അല്ലേ. ഇവിടെ നമ്മൾ കണ്ടു, അത് ഇവിടെ 111 ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് as 7. ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് as the octal digit 7. സോ ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ റിപ്രസെൻറ്റേഷൻ ആണ് ഓഫ് എ ഡീകോഡർ. സോ ഇറ്റ് ഹാസ് ഇൻപുട്സ് ഫ്രം A0, A1 അപ് ടു An-1 ആൻഡ് ഇത് ഔട്ട്പുട്ട്സ് D0, D1, D2 അപ് ടു Dm-1. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്ന ഇൻപുട്ട് കോഡ് അല്ലെങ്കിൽ ഇൻപുട്ട് കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും ഇവിടെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഫോർ ഈച്ച് ഓഫ് ദ ഇൻപുട്ട് കോമ്പിനേഷൻ ഓൺലി വൺ ഓഫ് ദി ഔട്ട്പുട്ട് വിൽ ബി ആക്റ്റീവ്. So some of the decoders may not utilize all of the input combinations also. So just ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 3 line to 8 line decoder. 3 line to 8 line decoder. So അതായത് so this is your decoder. So you'll have 3 inputs, 3 line to 8 line, 3 etc. up to 8. അതായത് D0, D1 up to D7. Now 3 inputs A, B, C. So this is basically a 3 line to 8 line decoder. അപ്പോൾ ഇവിടെ
see these are the inputs A, B, C and outputs D0, D1 up to D7. അപ്പോൾ ഇൻപുട്സ് 3 ലൈൻസാണ് നമുക്കുള്ളത് അല്ലയോ, 3 ബിറ്റ് ഇൻപുട്ട്. അപ്പോൾ 3 ഇൻപുട്സ് ആയതുകൊണ്ട് നമുക്ക് ജനറേറ്റ് ആവുന്ന പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 8 കോമ്പിനേഷൻസ് ആണ്, 0 to 7. നൗ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 0 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് ലൈൻ D0 വിൽ ബി ആക്റ്റീവ്. D0 മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ, റിമൈനിങ് ലൈൻസ് മുഴുവൻ ഡീആക്ടിവേറ്റഡ് ആണ് അല്ലേ. ആൻഡ് സി ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 1 ആണെങ്കിൽ സി ദ ഔട്ട്പുട്ട് ലൈൻ D1 ഈസ് ആക്റ്റീവ്. സോ 0 1 0 ആണെങ്കിൽ D2 ഈസ് ആക്റ്റീവ്. അപ്പോൾ അതുപോലെ സി 1 1 1 ഇൻപുട്ട് കോമ്പിനേഷൻ 1 1 ആണെങ്കിൽ only D7 will be active. So this is the basic function of decoder. ഓരോ ടൈമിലും ലഭിക്കുന്ന ഇൻപുട്ട് കോമ്പിനേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടിനെ മാത്രമേ ഡീകോഡർ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ, ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രമേ ആക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ജസ്റ്റ് ദ റിവേഴ്സ് ഓഫ് ആൻ എൻകോഡർ. സോ നൗ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നോക്കാം. സി ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ D0 ഈ ഓരോ ഫംഗ്ഷൻ്റെയും എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. D0 ഈസ് ഈക്വൽ ടു, സോ D0 ഇവിടെ മാത്രമേ ഹൈ ആവുന്നുള്ളൂ, സോ ഇറ്റ് ഈസ് ആക്ച്വലി A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ് അല്ലേ. D0 ഈസ് A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ്. നോ വാട്ട് അബൌട്ട് D1 സി ഇവിടെയാണ് ഹൈ ആവുന്നത്, സോ A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് C. സോ D1 ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് C. സിമിലർലി D2 this is D2, ഇവിടെയാണല്ലോ D2 ഹൈ ആവുന്നത്, സോ A കോംപ്ലിമെൻറ്റ് B C കോംപ്ലിമെൻറ്റ്, A കോംപ്ലിമെൻറ്റ് B C കോംപ്ലിമെൻറ്റ്. ദെൻ D3, so D3 is equal to A complement BC, A complement BC. And D4, so D4, this is D4 is high at this position, അതായത് A B complement C complement, A B complement C complement. Then D5 ഇവിടെയാണല്ലോ, that is A B complement C, D5 equal to A B complement C. അപ്പോൾ അതുപോലെ D6 is A B C complement, D6 is A B C complement. and D7 is A B C. സോ ഇക്വേഷൻസ് വളരെ ഈസി ആയിട്ട് നമ്മൾ ട്രൂത്ത് ടേബിളിൽ നിന്ന് തന്നെ ഡിഡക്റ്റ് ചെയ്തു. ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഈ ഓരോ ഔട്ട്പുട്ട്സും ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആൻഡ് ഈ കോംപ്ലിമെൻറ്റഡ് ഫോമിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാം നമ്മുടെ ഫൈനൽ ലോജിക്കൽ സർക്യൂട്ടിൽ. സോ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 line to 8 line decoder. See, you are giving 3 inputs A, B, C. ആൻഡ് വി ഹാവ് യൂസ്ഡ് സം ആൻഡ് ഗേറ്റ്സ്, പിന്നെ ആവശ്യത്തിന് നോട്ട് ഗേറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സർക്യൂട്ടിൽ നമ്മൾ D0 മുതൽ D7 വരെ ജനറേറ്റ് ചെയ്യുവാണ് ഈ ആൻഡ് ഗേറ്റ്സും നോട്ട് ഗേറ്റ്സും യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ D7 എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്? സി D7 ദിസ് ഈസ് ആൻഡ് ഗേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, സെക്കൻഡ് ഇൻപുട്ട് B, തേർഡ് ഇൻപുട്ട് സിയിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. സോ D7 ഈസ് ഈക്വൽ ടു ABC, അതല്ലേ നമ്മുടെ ഇക്വേഷൻ. D7 ഈസ് ഈക്വൽ ടു ABC. ആൻഡ് അതുപോലെ D6, സോ നൗ D6 ഈസ് ഈക്വൽ ടു D6 ജസ്റ്റ് നോക്കാം ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്. ഫസ്റ്റ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു A, സെക്കൻഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു B അല്ലേ. തേർഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു C, the not ഈ നോട്ട് കഴിഞ്ഞിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് വിൽ ബി C ആൻഡ് ദിസ് വിൽ ബി C കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ, C കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് A B C കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് D5 ദ ഫസ്റ്റ് ഇൻപുട്ട് നോക്കുക, ഫസ്റ്റ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു A, സെക്കൻഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു C ആൻഡ് തേർഡ് ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ഈ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുന്നത് Bയിലാണ്. അപ്പോൾ ഇവിടെ Bയും ഇവിടെ B കോംപ്ലിമെൻറ്റും ആണ്. സോ ഔട്ട്പുട്ട് ഓഫ് ദിസ് ആൻഡ് വിൽ ബി D5 ഈക്വൽ ടു A B complement C. അതിനാണല്ലോ നമ്മുടെ ഇക്വേഷൻ, D5 ഈക്വൽ ടു A B complement C. സോ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 3 line to 8 line ഡീകോഡർ. സോ എൻകോഡറിനെ കുറിച്ചായിരുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ എൻകോഡർ അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ, ആ ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ്
ബൈനറി കോഡ് അതായിരിക്കും ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുക. സോ ഡീകോഡർ ജസ്റ്റ് അതിൻ്റെ റിവേഴ്സ്, അതായത് ആ ഒരു ഇൻപുട്ടിൽ ആ ഒരു കോഡ് റിസീവ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി ഡീകോഡഡ്. ആ ഇൻപുട്ടിനെ ശരിക്കും ഡീകോഡാണ് ചെയ്യുന്നത്. അതായത് ഡീകോഡർ റിസീവ് ചെയ്യുന്ന കോമ്പിനേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഇൻപുട്ടായിരിക്കും അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതാണല്ലോ നമ്മളിവിടെ കണ്ടത്. 000 ആണെങ്കിൽ D0 ആക്ടിവേറ്റ് ചെയ്യുന്നു, 001 ആണെങ്കിൽ D1 ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി ഡീകോഡർ ഈസ് പെർഫോമിങ് ദ ഫങ്ഷൻ ഓഫ് എന്താ പറയുന്നത്, ഡീകോഡർ ഈസ് ആക്ച്വലി ഡീകോഡിങ് ദ ഇൻപുട്ട്. ആ ഇൻപുട്ട് കോഡിനെ ഡീകോഡ് ചെയ്യുന്നു. എൻകോഡർ ആക്റ്റീവ് ആവുന്ന ഇൻപുട്ട് അനുസരിച്ച് ഒരു കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ഡീകോഡർ ആ പർട്ടിക്കുലർ കോഡിനെ തിരിച്ച് ഡീകോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. So BCD to decimal decoder, BCD to decimal decoder is another option, another type. അവിടെ നമ്മൾ ഇപ്പോൾ എൻകോഡർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡെസിമൽ ടു BCD എൻകോഡർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവേഴ്സാണ് ഇവിടെ BCD ടു ഡെസിമൽ ഡീകോഡർ. അപ്പോൾ BCD ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ എത്ര 4 ഇൻപുട്സ് ആണ് അല്ലേ. BCD യു ആർ യൂസിങ് BCD, സോ യുവർ നമ്പർ ഓഫ് ഇൻപുട്സ് വിൽ ബി 4 ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ഡെസിമൽ. അപ്പോൾ നമുക്ക് 10 ഔട്ട്പുട്ട്സ് വേണം, അതായത് D0 D1 മുതൽ D9 വരെ. സോ ദിസ് വിൽ ബി A0 A1 A2 A3, ശരിയല്ലേ. 4 ഇൻപുട്ട്സും D0 ടു D9, 10 ഔട്ട്പുട്ട്സ്, അതായത് BCD ടു ഡെസിമൽ ഡീകോഡർ. സോ ഇവിടെ 4 ഇൻപുട്ട്സ് ആണ്. അപ്പോൾ പോസിബിളി യു ക്യാൻ ഹാവ് ആൾമോസ്റ്റ് 16 കോമ്പിനേഷൻസ്. 4 ഇൻപുട്ട്സ് ആയതുകൊണ്ട് നമുക്ക് 16 കോമ്പിനേഷൻസ് വരെ ഇവിടെ അപ്ലൈ ചെയ്യാം. ബട്ട് ഔട്ട്പുട്ട് നമുക്ക് 10 ഔട്ട്പുട്ട്സേ ഉള്ളൂ. അപ്പോൾ 10 കോമ്പിനേഷൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. റിമൈനിങ് 6 കോമ്പിനേഷൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. 6 ഓഫ് ദ 16 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആർ ഇൻവാലിഡ്. അത് നമുക്കിവിടെ ആവശ്യമില്ല. ബിക്കോസ് ഔട്ട്പുട്ട് വി ഹാവ് ജസ്റ്റ് 10. ഡെസിമൽ ഡീകോഡർ ആണല്ലോ. സോ ജസ്റ്റ് 10 ഔട്ട്പുട്ട് ലൈൻസേ ഉള്ളൂ. അപ്പോൾ 10 കോമ്പിനേഷൻസ് മതിയായിരിക്കും ഇൻപുട്ടിൽ BCD ടു ഡെസിമൽ ഡീകോഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ അതിൻ്റെ യൂസ് പഴയതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇൻപുട്ട് കോമ്പിനേഷൻ 0000 ആണെങ്കിൽ the decimal digit 0 output line 0 will be activated, D0 will be activated. Input combination 0001 ആണെങ്കിൽ the digit 1, അതായത് output line D1 will be activated. ഇപ്പോൾ 0010 ആണെങ്കിൽ it is 2 അല്ലേ. സോ ഡെസിമൽ ഡിജിറ്റ് 2, അതായത് ഔട്ട്പുട്ട് ലൈൻ D2 will be activated. സോ അതായിരിക്കും ഇവിടെ സംഭവിക്കുക. ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് കോമ്പിനേഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ദാറ്റ് വിൽ ബി ആക്ടിവേറ്റഡ്. ബട്ട് ഒരു ഔട്ട്പുട്ട് മാത്രമേ ആക്ടിവേറ്റ് ആവുന്നുള്ളൂ. ഓരോ ടൈമിലും ഓൺലി 1 ഔട്ട്പുട്ട് വിൽ ബി ആക്ടിവേറ്റഡ്. സോ ഹാസ് 4 ഇൻപുട്ട് ലൈൻസ്, 10 ഔട്ട്പുട്ട് ലൈൻസ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് 4 ലൈൻ ടു 10 ലൈൻ ഡീകോഡർ. അപ്പോൾ ഇതിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഈസിയാണ്. നമ്മൾ പ്രീവിയസ് കേസിൽ ചെയ്ത പോലെ തന്നെ ട്രൂത്ത് ടേബിളിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്ക് ഇക്വേഷൻ ഡിഡക്റ്റ് ചെയ്യാം. അതിൽ നിന്നും വളരെ ഈസി ആയിട്ട് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ BCD ടു ഡെസിമൽ ഡീകോഡർ. സോ ഡീകോഡർ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വി വിൽ ഓൾസോ ഡിസ്കസ് ഡീകോഡർ വിത്ത് എനേബിൾ ഇൻപുട്ട് ആൻഡ് ഡീകോഡർ വിത്ത് NAND ഗേറ്റ്സ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് 2 ടൈപ്സ് ഓഫ് NAND ഗേറ്റിലും നമ്മൾ പറഞ്ഞത് ഡീകോഡർ ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് AND ഗേറ്റ് എന്നാണ് അല്ലേ. AND ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് NAND ഗേറ്റ്സ്. സോ NAND ഗേറ്റ്സ് ഇതൊരു ഇംപ്ലിമെൻറ്റേഷനാണ്. NAND ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ 2 to 4 ലൈൻ ഡീകോഡർ, അതായത് 2 ഇൻപുട്ട്സും 4 ഔട്ട്പുട്ട്സും ഉള്ളൊരു ഡീകോഡർ. A and B ആർ ദ ഇൻപുട്ട്സ്, D0 D1 D2 D3 ആർ ദ ഔട്ട്പുട്ട്സ്. ആൻഡ് ഇവിടെ നമ്മളൊരു എനേബിൾ ഇൻപുട്ട് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ എനേബിൾ ഇൻപുട്ട് ഡീകോഡറിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സി ദ ഔട്ട്പുട്ട്സ് ആർ ആക്റ്റീവ് ലോ ഔട്ട്പുട്ട്സ്. ഈ ആക്റ്റീവ് ലോ അഥവാ ആക്റ്റീവ് ഹൈ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയാവുന്ന വിശ്വസിക്കുന്നു. നോർമലി നമ്മളൊരു ഔട്ട്പുട്ട് ആക്റ്റീവ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഈസ് കൺസിഡേർഡ് ആക്റ്റീവ് വെൻ ഇറ്റ് ഗെറ്റ്സ് എ ലോജിക്കൽ 0. അതായത് ആക്റ്റീവ് ലോ ആണെങ്കിൽ, ഔട്ട്പുട്ട് ആക്റ്റീവ് ലോ ആണെങ്കിൽ അവിടെ ലോജിക്കൽ 0 വരുമ്പോഴാണ് നമ്മൾ ആ ഔട്ട്പുട്ടിനെ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ആൻഡ് ലോജിക്കൽ 1 ആണെങ്കിൽ നമ്മളതിനെ നോട്ട് ആക്ടിവേറ്റഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആക്റ്റീവ് ഹൈ, ഔട്ട്പുട്ട് ഈസ് ആക്റ്റീവ് ഹൈ. ആക്റ്റീവ് ഹൈ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആക്റ്റീവ് ഹൈ എന്നുള്ളൊരു കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ 1 means that output is active. Logical 0 means that output is not active. So basically by default നമ്മൾ മിക്കവാറും സിറ്റുവേഷൻസിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ അസ്യൂം ചെയ്യുന്നത്. ലോജിക്കൽ ഔട്ട്പുട്ടിൽ ലോജിക്കൽ 1 ആണെങ്കിൽ നമ്മൾ പറയും ഔട്ട്പുട്ട് ഈസ് ആക്ടിവേറ്റഡ്. ലോജിക്കൽ 0 ആണെങ്കിൽ നമ്മൾ പറയും ഔട്ട്പുട്ട് ഈസ് നോട്ട് ആക്ടിവേറ്റഡ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് ആക്റ്റീവ് ഹൈ ഔട്ട്പുട്ട്സ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കോൺഫിഗറേഷനിൽ ആക്റ്റീവ് ലോ ഔട്ട്പുട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ലോജിക്കൽ 0 ഈസ് കൺസിഡേർഡ് ടു ബി ആക്റ്റീവ്. ലോജിക്കൽ 0 ഈസ് കൺസിഡേർഡ് ടു ആക്ടിവേറ്റ് ദി ഔട്ട്പുട്ട് കേട്ടോ. ലോജിക്കൽ 1 വരുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഔട്ട്പുട്ട് ആക്ടിവേറ്റഡ് അല്ല എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ സി ഇവിടെ നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് എനേബിളിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. എനേബിൾ ഈ ഡീകോഡറിൻ്റെ എനേബിളും ഡിസേബിളും ചെയ്യാനാണ്. സോ എനേബിൾ ഹാസ് ടു ബി 1 കേട്ടോ. ഇ ഹാസ് ടു ബി 1, സോറി ഇ ഹാസ് ടു ബി 0, സോറി. സോ ഇ ഹാസ് ടു ബി 0. ഇപ്പോൾ ഇ 1 ആവുമ്പോൾ ഇഫ് ഇ ഈക്വൽ ടു 1 ഡീകോഡർ വിൽ ബി ഡിസേബിൾഡ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. സി ഇ ഈക്വൽ ടു 1 ആവുമ്പോൾ സി ഹിയർ ഇറ്റ് വിൽ ബി 0, ശരിയല്ലേ? So and the 0 will be given over here and your decoder will get disabled. അപ്പോൾ e equal to 1 പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്സ് ആർ ഡോണ്ട് കെയർ, ഇൻപുട്സ് ഡോണ്ട് കെയർ ആണ്. കാരണം e equal to 1 ആണെങ്കിൽ ഡീകോഡർ ഡിസേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് 1 1 1 1 ആണ്. എല്ലാ ഔട്ട്പുട്ട്സും 1 ആണ്. ദാറ്റ് ഈസ് ആക്റ്റീവ് ഹൈ. നമ്മളിവിടെ ആക്റ്റീവ് ലോ ഔട്ട്പുട്ട്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ലോജിക്കൽ 0 ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് ഔട്ട്പുട്ട് ഈസ് നോട്ട് ആക്ടിവേറ്റഡ്. ദെൻ ഈ കോമ്പിനേഷൻസ് നോക്കാം. ഇപ്പോൾ സോ ഇ ഹാസ് ടു ബി 0 ടു ആക്ടിവേറ്റ് ദിസ് ഡീകോഡർ. ആൻഡ് ഇൻപുട്ട് കോമ്പിനേഷൻസ് നോക്കാം. സി 0 0 0 1 1 0 1 1. അപ്പോൾ 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് D0 ഈസ് ആക്ടിവേറ്റഡ്. 0 1 ആണെങ്കിൽ ഔട്ട്പുട്ട് D1 ഈസ് ആക്ടിവേറ്റഡ്. 1 0 ആണെങ്കിൽ D2 ഈസ് ആക്ടിവേറ്റഡ്. ഇൻപുട്ട് കോമ്പിനേഷൻ 1 1 ആണെങ്കിൽ D3 ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ അറ്റ് എ ടൈം ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് കോമ്പിനേഷൻ ഒരു ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ദി ഔട്ട്പുട്ട്സ് ആർ ആക്റ്റീവ് ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്ടിവേറ്റഡ് എന്ന കാര്യം നമ്മൾ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് 1 മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആക്ടിവേറ്റഡ് കേട്ടോ. 1 മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആക്ടിവേറ്റഡ്. സോ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇഫ് യു ടേക്ക് എ ഈക്വൽ ടു 0 0, ഇഫ് യു ടേക്ക് എ ഈക്വൽ ടു 0 0, സി ദിസ് വിൽ ബി 0, ദിസ് വിൽ ബി 0 ആൻഡ് എനേബിൾ ഹാസ് ടു ബി 0. അപ്പോൾ ഇവിടെ നോട്ടാണ്. നോട്ടിൻ്റെ ഔട്ട്പുട്ട് 1, ഇവിടെ 1 ആൻഡ് ഇവിടെ 1 അല്ലേ. സോ D0യുടെ വാല്യൂ സി ഫസ്റ്റ് ഇൻപുട്ട് ഈസ് 1, സെക്കൻഡ് ഇൻപുട്ട് ഈസ് ഓൾസോ 1 ആൻഡ് തേർഡ് ഇൻപുട്ട് ഈസ് 0 അല്ല, തേർഡ് ഇൻപുട്ട് ഈസ് 1. സോ യുവർ ഔട്ട്പുട്ട് വിൽ ബി ഔട്ട്പുട്ട് ഓഫ് ദിസ് NAND ഗേറ്റ്സ്. ഇതിൻ്റെ എല്ലാ ഇൻപുട്ടും 1 ആണ്. സോ ഔട്ട്പുട്ട് ഓഫ് ഈ NAND ഗേറ്റ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. സോ ഇറ്റ് മീൻസ് ദാറ്റ് D0 ഈസ് ആക്ടിവേറ്റഡ് അല്ലേ. ഇത് ആക്റ്റീവ് ലോ ഔട്ട്പുട്ട് ആണല്ലോ. അപ്പോൾ 0 വരുമ്പോൾ D0 ഈസ് ആക്ടിവേറ്റഡ്. ഇവിടെ എന്തുമായിരിക്കും ഔട്ട്പുട്ട്? സി ദ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് 0 അല്ലേ. ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു B. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് 0, സെക്കൻഡ് ഇൻപുട്ട് ഈസ് 1 ആൻഡ് third input is also 1. It is connected over here 1. അപ്പോൾ 0 1 1. So first input is 0, second input is 1, third input is 1. 0 1 1 എന്ന് പറയുമ്പോൾ the output will be 1 അല്ലേ. NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ 1 ആണ്. സോ നൗ ദിസ് ഈസ് നോട്ട് ആക്ടിവേറ്റഡ്. D1 ഈസ് നോട്ട് ആക്ടിവേറ്റഡ് അല്ലേ, ബിക്കോസ് ദിസ് ഈസ് എ ആക്റ്റീവ് ലോ ഔട്ട്പുട്ട്. അപ്പോൾ ആക്ടിവേറ്റഡ് ആവണമെങ്കിൽ നമുക്കിവിടെ 0 വരണം. സോ ഇങ്ങനെ എല്ലാ കേസസും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. അപ്പോൾ ഫോർ ഈച്ച് ഓഫ് ദ ഇൻപുട്ട് കോമ്പിനേഷൻ ഓൺലി 1 ഔട്ട്പുട്ട് ഈസ് ആക്ടിവേറ്റഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഡീകോഡർ യു ക്യാൻ ഓൾസോ ഇംപ്ലിമെൻറ്റ് ഡീകോഡർ യൂസിങ് NAND ഗേറ്റ്സ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതോടൊപ്പം ഔട്ട്പുട്ട്സ് വേണമെങ്കിൽ നമുക്ക് ആക്റ്റീവ് ലോ ഔട്ട്പുട്ട്സ് ആയിട്ട് കോൺഫിഗർ ചെയ്യാം. അതോടൊപ്പം ഡീകോഡർ എനേബിൾ ഇൻപുട്ട് യൂസ് ചെയ്യാം. സോ എനേബിൾ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് ഡീകോഡർ എനേബിളോ ഡിസേബിളോ നമുക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എനേബിൾ. ഈ ഒരു പ്രീവിയസ്
കോൺഫിഗറേഷൻ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ ആണ് അല്ലേ, ആക്റ്റീവ് ഹൈ ഔട്ട്പുട്ട്സ്. സോ അതുകൊണ്ടാണ് ആക്ടിവേറ്റഡ് ഔട്ട്പുട്ട്സിനെ ലോജിക്കൽ 1 കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട്സ് ആക്റ്റീവ് ലോ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവേറ്റഡ് ഔട്ട്പുട്ട്സിനെ ലോജിക്കൽ 0 കൊണ്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഡീകോഡറിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ നൗ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് മൾട്ടിപ്ലെക്സസ്. മൾട്ടിപ്ലെക്സസ് ഓർ നമുക്കതിനെ ഡേറ്റ സെലക്ടേഴ്സ് എന്നും പറയാം, അഥവാ മക്സ് എന്നും നമുക്ക് പറയാം. സോ മൾട്ടിപ്ലെക്സർ ഈസ് എ ലോജിക് സർക്യൂട്ട് that accept several data inputs and allows only one of them to get through the output. അതായത് you have a mux, ഇതൊരു മക്സ്, രണ്ട് ഇൻപുട്ട്സ് 1 2. സോ നമ്മളൊരു 2:1 മക്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, 2:1 മൾട്ടിപ്ലെക്സർ. അപ്പോൾ രണ്ട് ഇൻപുട്ട്സും ഒരു ഔട്ട്പുട്ട്. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക, മക്സിന് എപ്പോഴും ഒരു ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇൻപുട്ട്സ് ഒന്നിലധികം ഇൻപുട്ട്സ് ഉണ്ടാവും, ബട്ട് ഔട്ട്പുട്ട് എപ്പോഴും ഒരു ഔട്ട്പുട്ടേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ മക്സിൻ്റെ ഒരു ഫങ്ഷൻ, ആൻഡ് ഇതോടൊപ്പം ഇവിടെ ഒരു സെലക്ട് ലൈൻ ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് സെലക്ട് ലൈൻ. മക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻപുട്ട്സിനെയും അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ഓൺലി വൺ ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. ആൻഡ് ഏത് ഇൻപുട്ട് പാസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ സെലക്ട് ലൈൻ. അതായത് സെലക്ട് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് വാല്യൂ, സെലക്ട് ലൈനിൽ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ മാത്രമേ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് മക്സ് കേട്ടോ. അലോസ് ഓൺലി വൺ ഓഫ് ദം to get through the output. Now the selection of input to be passed to the output is controlled by the select line. So ഇൻപുട്ടിൽ വരുന്ന ഇൻപുട്ട്സിൽ ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് സെലക്ട് ലൈൻ ആയിരിക്കും. ആൻഡ് ഫോർ 2n ഇൻപുട്ട് ലൈൻസ് വി നീഡ് n സെലക്ട് ലൈൻസ്. അതായത് ഇപ്പോൾ രണ്ട് ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ യു നീഡ് 1 select line, ശരിയല്ലേ? And for 8 input lines, if you design a mux with 8 input lines, you need 3 select lines. So for 2n input lines, we need n number of select lines. Now basically this is the structure of a mux, n:1 mux multiplexer. So you have n number of inputs, D0, D1, D2, D3 etc. up to Dn data inputs. Enable input നമുക്ക് യൂസ് ചെയ്യാം, മക്സിനെ എനേബിളോ ഡിസേബിളോ ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ഇൻപുട്ട് യൂസ് ചെയ്യാം. സോ y is the output. അപ്പോൾ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ മൾട്ടിപ്ലെക്സറിൽ. ആൻഡ് ദീസ് ആർ ദ സെലക്ട് ഇൻപുട്ട്സ്. അപ്പോൾ സെലക്ട് ഇൻപുട്ട്സ് എത്ര എണ്ണം വേണമെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഇൻപുട്ട്സ്. സോ ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സർ. സോ 2:1 മക്സ്, 4:1, 8:1, 16:1. അതായത് 4 ഇൻപുട്ട്സും ഒരു ഔട്ട്പുട്ടും, 8 ഇൻപുട്ട്സ് 1 ഔട്ട്പുട്ട്, 16 ഇൻപുട്ട്സ് 1 ഔട്ട്പുട്ട്. സോ ഈ എല്ലാ ടൈപ്സിലും ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഔട്ട്പുട്ട് എപ്പോഴും 1, ഒരു ഔട്ട്പുട്ടേ കാണത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ 2:1 മക്സ് ആണെങ്കിൽ യു നീഡ് 1 സെലക്ട് ലൈൻ. 4:1 മക്സ് ആണെങ്കിൽ 2 സെലക്ട് ലൈൻസ് വേണം. 8:1 മക്സ് ആണെങ്കിൽ 3 സെലക്ട് ലൈൻസ് വേണം. 16:1 മക്സ് ആണെങ്കിൽ 4 സെലക്ട് ലൈൻസ് വേണം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് റിലേഷൻ, അതായത് ഫോർ 2n ഇൻപുട്ട് ലൈൻസ് വി നീഡ് n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ്. സോ ജസ്റ്റ് 2:1 മക്സ് നോക്കാം. സോ 2:1 മൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോൾ യു ഹാവ് 2 ഇൻപുട്ട്സ് ആൻഡ് 1 ഔട്ട്പുട്ട് അല്ലേ, 2 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം. സി ഫസ്റ്റ് ഇൻപുട്ട് ഈസ് D0,
second input is D1 and ഒരു ഔട്ട്പുട്ടേ കാണത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ സെലക്ട് ഇൻപുട്ട് അല്ലേ, ഇത് സെലക്ട് ഇൻപുട്ടാണ്, ഇത് എനേബിൾ ഇൻപുട്ടാണ്. എനേബിൾ ഇൻപുട്ട് കമ്പൾസറി അല്ല, ബട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ഇൻപുട്ട് യൂസ് ചെയ്യാം. സോ എന്താണ് 2:1 മക്സിൻ്റെ ഫംഗ്ഷൻ? ഈ രണ്ട് ഇൻപുട്ടിനെയും അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ഇൻപുട്ട് മാത്രമേ പുറത്തേക്ക് പാസ് ചെയ്യത്തുള്ളൂ, ഒരു ഇൻപുട്ട് മാത്രമേ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ലൈൻ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. സോ ട്രൂത്ത് ടേബിളിലേക്ക് വരിക. ട്രൂത്ത് ടേബിൾ ശ്രദ്ധിക്കുക. സി സെലക്ട് ലൈൻ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. യെസ്. സോ സെലക്ട് ലൈൻ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു D0. അതായത് ഇഫ് s ഈക്വൽ ടു 0, D0 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. ആൻഡ് ഇഫ് s ഈക്വൽ ടു 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് y. അതായത് D1 ഈസ് പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. സോ അറ്റ് എ ടൈം only one input will be passed to the output, which is decided based on the value of select line. So the select line determines which input to be passed to the output. So ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് 2:1 മക്സ് 2:1 മൾട്ടിപ്ലെക്സറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. Input D0, D1, your output is Y. So output D0, output Y is equal to D0 if S equal to 0. Output Y is equal to D1 if S equal to 1. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണിത്. നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. സോ Y equal to, എന്താണ് ഇക്വേഷൻ? സി Y equal to D0, this is the select line. Yes. സോ ഇവിടെ എസ് കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. സോ എസ് ഇവിടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് എസ് കോംപ്ലിമെൻറ്റ്. ആൻഡ് ദിസ് ഈസ് D1 ആൻഡ് ഇവിടെ എസ് ആണ്. സോ എന്താണ് ഇവിടുത്തെ ഔട്ട്പുട്ട്? ആൻഡ് ഗേറ്റ് ആണല്ലോ. സോ D0 ഡോട്ട് എസ് കോംപ്ലിമെൻറ്റ്. ആൻഡ് ഇവിടെ ഇറ്റ് ഈസ് ഫസ്റ്റ് ഇൻപുട്ട് ഈസ് D1. സോ D1 ഡോട്ട് എസ്. സോ ഫൈനലി Y ഈക്വൽ ടു, ഇത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ Y ഈക്വൽ ടു D0 S complement or D1 S. That is this equation. And if S equal to 0, what happens? Y equal to S ന് 0 കൊടുക്കാം, 0. സോ ഇവിടെയും നമ്മൾ S ന് 0 കൊടുക്കുന്നു. സോ Y equal to D0. ശരിയല്ലേ? ദിസ് ടൈം വിൽ ഗോ ടു 0 ആൻഡ് S കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് 1 ആണ്. സോ 1 ഇൻറ്റു D0. സിമിലർലി S equal to 1 യൂസ് ചെയ്യുകയാണെങ്കിൽ, സെലക്ട് ലൈൻ 1 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫൈനൽ റിസൾട്ട്? Y ഈക്വൽ ടു, ഇവിടെ 1 കൊടുക്കുക, ഇവിടെയും 1 കൊടുക്കുക, S ഈക്വൽ ടു 1. സോ ദിസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് യു വിൽ ഗെറ്റ് Y ഈക്വൽ ടു D1. സോ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഇംപ്ലിമെൻറ്റേഷനിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. അതായത് S 0 ആണെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. S 1 ആണെങ്കിൽ സെക്കൻഡ് ഇൻപുട്ട് വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് എനി മൾട്ടിപ്ലെക്സർ. സെലക്ട് ലൈനിൻ്റെ വാല്യൂ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ മാത്രമേ ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മക്സ്. നൗ അനദർ ടൈപ്പ് ഈസ് 4:1 മക്സ്. ഇപ്പോൾ 4:1 മക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് 4 ഇൻപുട്സ് അല്ലേ, ആൻഡ് 1 ഔട്ട്പുട്ട്. സോ ഈ ഒരു സിമ്പിൾ ശ്രദ്ധിക്കുക. ഇതും മക്സിൻ്റെ സിമ്പിളാണ്. ഈ സിമ്പിളായിരിക്കും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മക്സ്, സിമ്പിൾ ഓഫ് എ മക്സ്. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് D0, സെക്കൻഡ് ഇൻപുട്ട് ഈസ് D1, പിന്നെ D2, D3, 4 ഇൻപുട്സ് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട്, പിന്നെ സെലക്ട് ലൈൻ. അപ്പോൾ സെലക്ട് ലൈൻ 4 ഇൻപുട്സ് ആണെങ്കിൽ, 4 ഇൻപുട്സ് ആണെങ്കിൽ 2 സെലക്ട് ലൈൻസ് വേണം അല്ലേ. നമ്മളത് ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 4 ഇൻപുട്സ് ആണെങ്കിൽ 2 സെലക്ട് ലൈൻസ് വേണം. സോ ട്രൂത്ത് ടേബിളിലേക്ക് വരിക. സോ നൗ ട്രൂത്ത് ടേബിൾ സെലക്ട് ലൈൻസ് S1, S0 അല്ലേ. ട്രൂത്ത് ടേബിൾ S1 ആൻഡ് S0. അപ്പോൾ സെലക്ട് ലൈൻസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് Y ഈക്വൽ ടു D0. അതായത് ഇവിടെ 0 ആണെങ്കിൽ D0 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. 0 ആണെങ്കിൽ ഔട്ട്പുട്ട് Y ഈസ് ഈക്വൽ ടു D1. 10 ആണെങ്കിൽ ഔട്ട്പുട്ട് Y ഈസ് ഈക്വൽ ടു D2. ആൻഡ് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് Y ഈസ് ഈക്വൽ ടു D3. അതായത് സെലക്ട് ലൈൻസ് 1 ആണെങ്കിൽ D3 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. ദിസ് ഈസ് അബൌട്ട് 4:1 മക്സ്.
സോ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ്. സി ഇക്വേഷൻ ഈസ് ഷോൺ ഹിയർ. y, so y is equal to d0 dot s1 complement s0 complement അല്ലേ, d0 s1 complement s0 complement plus d1 s1 complement s0 plus d2 s1 s0 complement plus d3 s1 s0. So that is the equation, output equation. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണിത്. സോ നമുക്കിത് ഈ ടേംസ് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഓർ ഓപ്പറേഷൻ, ഈ ഓർ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഇത് ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സോ ഇൻപുട്സ് d0 d1 d2 d3 ആൻഡ് ഇവിടെ സെലക്ട് ലൈൻസ് ആണ് s1 s0. സോ ആവശ്യത്തിന് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോട്ട് ഗേറ്റും നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഷോൺ ഹിയർ. ഈ ഫസ്റ്റ് ടേം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെന്താണ്, 3 ഇൻപുട്സ് ആണ്. ഫസ്റ്റ് ഇൻപുട്ട് ഈസ് d0. സോ സെക്കൻഡ് ഇൻപുട്ട് ഈസ് അല്ലേ, സെക്കൻഡ് ഇൻപുട്ട് ഈസ് ദിസ് ഈസ് s1, ദിസ് ഈസ് s1 കോംപ്ലിമെൻറ്റ്. സോ സെക്കൻഡ് ഇൻപുട്ട് ഈസ് s1 കോംപ്ലിമെൻറ്റ്. തേർഡ് ഇൻപുട്ട് എന്താണ്, തേർഡ് ഇൻപുട്ട് ഈസ് s0 കോംപ്ലിമെൻറ്റ് അല്ലേ, തേർഡ് ഇൻപുട്ട് ഈസ് s0 കോംപ്ലിമെൻറ്റ്. സോ ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് d0 ഡോട്ട് s0 കോംപ്ലിമെൻറ്റ് ഡോട്ട് s1 കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം, d0 s1 കോംപ്ലിമെൻറ്റ് s0 കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതുപോലെ റിമൈനിങ് ടേംസ് ഡിറ്റർമൈൻ ചെയ്തിട്ട് ഫൈനലി എല്ലാ ടേംസും കൂടെ നമ്മൾ ഓർ ചെയ്ത് യു ക്യാൻ ഗെറ്റ് ദി ഔട്ട്പുട്ട് എക്സ്പ്രഷൻ y. സോ ഇംപ്ലിമെൻറ്റേഷൻ വളരെ സിമ്പിളാണ്. ആൻഡ് 8:1 mux. സോ 8:1 mux എന്ന് പറയുമ്പോൾ 8 ഇൻപുട്സ് ഉണ്ടാവും ആൻഡ് 3 സെലക്ട് ലൈൻസ് അല്ലേ. ഔട്ട്പുട്ട് ഒരു ഔട്ട്പുട്ടേ കാണത്തുള്ളൂ. നമ്പർ ഓഫ് ഇൻപുട്സ് 8 ആയതുകൊണ്ട് നമുക്ക് 3 സെലക്ട് ലൈൻസ് വേണം. അപ്പോൾ d0 d1 d2 d3 യു ഹാവ് 8 ഇൻപുട്സ് ആൻഡ് 3 സെലക്ട് ലൈൻസ്. ശരിയല്ലേ, s0 s1 s2. സോ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക, ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ, s2 s1 s0. അപ്പോൾ 0 0 0 3 സെലക്ട് ലൈൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇൻപുട്ട് കോമ്പിനേഷൻസ്, നമ്പർ ഓഫ് ഇൻപുട്ട് കോമ്പിനേഷൻസ് 8 ആയിരിക്കും. 0 0 0 ആണെങ്കിൽ d0 0 0 0 ആണെങ്കിൽ ഇൻപുട്ട് d0 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. അപ്പോൾ 0 0 1 ആണെങ്കിൽ d1 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. 0 1 0 ആണെങ്കിൽ d2 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. കേട്ടോ, ഇതായിരിക്കും സംഭവിക്കുക. അതുപോലെ 1 1 1 ആണെങ്കിൽ d7 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. സോ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് സെലക്ട് ലൈൻ എ പർട്ടിക്കുലർ ഇൻപുട്ട്, only one particular input will be passed to the output. This is about 8:1 mux. And ഇവിടെ 16:1 mux, അതായത് 16 ഇൻപുട്സും ഒരു ഔട്ട്പുട്ടും യൂസിങ് 2 8:1 mux. രണ്ട് 8:1 mux യൂസ് ചെയ്തിട്ട് ഒരു 16:1 mux നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 16:1 mux എന്ന് പറയുമ്പോൾ 16 ഇൻപുട്സ് ഉണ്ടാവും അല്ലേ. സോ ആ ഇൻപുട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, d0 d1 d2 d3 d7 d8 d9 10 11 അപ് ടു d15, അതായത് 16 ഇൻപുട്സ്. ഔട്ട്പുട്ട്, ഫൈനൽ ഔട്ട്പുട്ട് ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. ആൻഡ് സെലക്ട് ലൈൻസ് നോക്കാം. സെലക്ട് ലൈൻസ് ഇപ്പോൾ 16:1, അപ്പോൾ 16 ഇൻപുട്സ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് 4 സെലക്ട് ലൈൻസ് ആണ്. ശരിയല്ലേ, 16 ഇൻപുട്സ് ആണെങ്കിൽ we need 4 select lines. So ആ സെലക്ട് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, s0 s1 s2 s3. now this is the lower order mux and this is the higher order mux. ഇപ്പോൾ 2 mux നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഇത് ഓരോന്നും 8:1 ആണ്. ഇത് 8:1 mux ആണ്, ഇത് മറ്റൊരു 8:1 mux ആണ്. ഈ 2 മക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ 16:1 mux ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഓരോ മക്സിലും ഒരു എനേബിൾ ഇൻപുട്ട് ഉണ്ട്, കണ്ടല്ലോ, എനേബിൾ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ആക്റ്റീവ് ലോ ആണ് അല്ലേ, ആക്റ്റീവ് ലോ. സോ ദിസ് എനേബിൾ ഈസ് ആക്റ്റീവ് ലോ. ആക്റ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഈ എനേബിൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് എ ലോജിക്കൽ 0. അപ്പോൾ S3യുടെ വാല്യൂ, ഈ സെലക്ട് ലൈൻ S3യുടെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ S3യുടെ വാല്യൂ it can be 0 or 1. So if S3 equal to 0, S3 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, S3 equal to 0, 0 ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് മക്സിൽ ഇവിടെ ഇൻവെർട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ബിക്കംസ് 1. സോ 1 ആയിരിക്കും എനേബിളിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 പ്രൊവൈഡ് ചെയ്യുമ്പോൾ
ഈ മക്സ് എനേബിൾ ആവത്തില്ല, ശരിയല്ലേ? ഇത് ആക്റ്റീവ് ലോ ഇൻപുട്ട് ആയതുകൊണ്ട് ഇവിടെ 0 കൊടുക്കുമ്പോഴേ ഇത് എനേബിൾ ആവത്തുള്ളൂ. അപ്പോൾ 1 കൊടുക്കുമ്പോൾ ഈ റൈറ്റ് സൈഡ് മക്സ് എനേബിൾ ആവത്തില്ല. ബട്ട് ഇവിടെ 0 കൊടുക്കുന്നതുകൊണ്ട് ഈ മക്സ് ആയിരിക്കും എനേബിൾ ആവുന്നത്. സോ അറ്റ് എ ടൈം ഒരു മക്സ് മാത്രമേ നമ്മളിവിടെ എനേബിൾ ചെയ്യുന്നുള്ളൂ. സോ S3 ഈക്വൽ ടു 0 പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദ ലെഫ്റ്റ് മക്സ് വിൽ ബി ആക്ടിവേറ്റഡ് ആൻഡ് S3 ഈസ് ഈക്വൽ ടു 1 പ്രൊവൈഡ് ചെയ്യുമ്പോൾ S3 1 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇവിടെ 1 വരുന്നു ആൻഡ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ട് വി വിൽ ഗെറ്റ് 0 ആൻഡ് ദിസ് മക്സ് വിൽ ബി ആക്ടിവേറ്റഡ്. സോ യു വിൽ ഗെറ്റ്, സോ S3 1 കൊടുക്കുമ്പോൾ ദ റൈറ്റ് ഹാൻഡ് സൈഡ് മക്സ് വിൽ ബി ആക്ടിവേറ്റഡ്. സോ ദ സെലക്ഷൻ ഓഫ് ദ മക്സ് ഈസ് ഡൺ ബൈ ദ വാല്യൂ ഓഫ് S3. അപ്പോൾ ഈ മക്സ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ബാക്കി 3 സെലക്ട് ലൈൻസ് ആണ്, S0, S1, S2. അപ്പോൾ ഈ 3 ഇൻപുട്ട്സിൻ്റെ കോമ്പിനേഷൻ അതിനനുസരിച്ചായിരിക്കും ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ S3 0 ആണെങ്കിൽ ഈ മക്സ് ആണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കോമ്പിനേഷൻ എന്താണെന്ന് നോക്കുക. 0 0 0 ആണെങ്കിൽ ദിസ് D0 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. 0 0 1 ആണെങ്കിൽ D1 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. 0 1 0 ആണെങ്കിൽ D2 വിൽ ബി പാസ്ഡ് ടു ദ ഔട്ട്പുട്ട്. ഇതായിരിക്കും സംഭവിക്കുക. ഇനി S3 ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ മക്സ് ഡിസേബിൾഡ് ആണ്. ഈ മക്സ് ആയിരിക്കും നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടാവുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ 3 ഇൻപുട്ട് വാല്യൂസിൻ്റെ കോമ്പിനേഷൻ നോക്കുക. 0 0 0 ആണെങ്കിൽ D8 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യുന്നത്. 0 1 0 ആണെങ്കിൽ D9 ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യുന്നത്. 0 1 0 ആണെങ്കിൽ D10 ആയിരിക്കും പാസ് ചെയ്യുന്നത്, എക്സെട്ര. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ 16 ഇൻപുട്ട്സും based on the input combination you can pass it to the output. So the select line S3 determines which multiplexer is selected, and when S3 equal to 0 the left multiplexer is selected, and S2 S1 S0 determines which of its data input will appear at the output, and when S3 equal to 1 the right multiplexer is selected, and S2 S1 S0 determines which of its data inputs will appear at its output. അപ്പോൾ ഈ രീതിയിലും നമുക്ക് മൾട്ടിപ്ലെക്സസ് കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. സോ മക്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.